ഏറ്റെടുക്കാനുള്ള US നീക്കത്തെ എതിർക്കുന്ന രാജ്യങ്ങൾക്ക് അധിക താരിഫ് ചുമത്തുമെന്ന് ട്രംപിന്റെ ഭീഷണി. ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ, നോർവേ, ഫിൻലൻഡ്, നെതർലൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങൾ ഗ്രീൻലൻഡിന് സൈനിക പിന്തുണ ഉറപ്പാക്കിയ സാഹചര്യത്തിലാണ് ട്രംപിന്റെ നീക്കം. ഗ്രീൻലൻഡ് സന്ദർശിക്കുന്ന 11-അംഗ US പാർലമെന്ററി സംഘവുമായി ട്രംപ് ആശയവിനിമയം നടത്തിയിരുന്നു. ഗ്രീൻലൻഡ് ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ ആഹ്വാനത്തിൽ റിപ്പബ്ലിക്കൻ അംഗങ്ങൾ പോലും ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. ഇന്നലെ ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ സൈനിക വിഭാഗങ്ങൾ ഗ്രീൻലൻഡിൽ എത്തിയിരുന്നു. ദേശീയ സുരക്ഷയുടെ ഭാഗമായി ഗ്രീൻലൻഡ് ഏറ്റെടുക്കുക തന്നെ വേണമെന്നാണ് ട്രംപിന്റെ നിലപാട്. 7 times more. And I may do that for Greenland too. I may put a tariff on countries if they don't go along with Greenland, because we need Greenland for national security. So I may do that. I'll give you a little, I'll take you out of that. In fact, that'll end up being the story. But actually, this is a much bigger story because we're reducing healthcare by numbers that you haven't seen. നാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ഈ ട്രംപിനെ എതിർത്തുകൊണ്ട് ഗ്രീൻലൻഡിനെ പിന്തുണച്ചുകൊണ്ട് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണോ ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളെ കൂടി ട്രംപ് പ്രതിരോധത്തിലാക്കുന്നത്? തീർച്ചയായും രാഖി, ഗ്രീൻലൻഡിനെ ഏറ്റെടുക്കാനുള്ള ഒരു നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ആ നീക്കത്തിന്റെ ഭാഗമായാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏത് വിധത്തിലും ഏറ്റെടുക്കുമെന്നൊരു നിലപാട് ട്രംപ് നേരത്തെ അറിയിക്കുകയും ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഒരു സൈനിക പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായി ഫ്രാൻസും നോർവേയും അതുപോലെ തന്നെ മറ്റു വിവിധ രാജ്യങ്ങളും സ്വീഡനും എല്ലാം തന്നെ അവിടെ സൈന്യത്തെ വിന്യസിക്കുന്ന ഒരു നീക്കം, ബ്രിട്ടൻ ഉൾപ്പെടെ സൈന്യത്തെ വിന്യസിക്കുന്ന സൈന്യത്തിന്റെ ചെറു വിഭാഗങ്ങൾക്ക് വിന്യസിക്കുന്ന ഒരു നീക്കമുണ്ടായത്. ഇതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഗ്രീൻലൻഡിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് വീണ്ടും താരിഫ് ചുമത്താനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ താരിഫ് ചുമത്തുമെന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ ഒരു നീക്കം നടത്തുമ്പോൾ അവരെ പിന്തിരിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഈ അധിക താരിഫ് ചുമത്തുമെന്ന ഭീഷണിയിലൂടെ ട്രംപ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഫ്രാൻസ്, അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് സൈനിക പിന്തുണ നൽകുകയും യൂറോപ്യൻ പിന്തുണ കൃത്യമായി ഗ്രീൻലൻഡിന് ലഭ്യമാക്കുമെന്നൊരു നിലപാടെടുക്കുകയും ചെയ്യുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും നേരത്തെ ട്രംപ് പറഞ്ഞ ഒരു വിഷയം ചില ആശയക്കുഴപ്പങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ അധിക താരിഫ് ചുമത്തി അധിക താരിഫ് നീക്കങ്ങൾ നടത്തി കൃത്യമായ നടപടികളിലൂടെ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നൊരു ധാരണയുണ്ട്. ആ ധാരണയ്ക്കെതിരായ ഒരു നിലപാട് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാവുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഒരു ഇടപെടൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കേണ്ടത് റഷ്യയോ ചൈനയോ അത് അവിടെ അധിനിവേശം നടത്തേണ്ട സാഹചര്യം ഒഴിവാക്കാനാണ് എന്ന നിലപാടാണ് അറിയിക്കുന്നത്. അത് തീർച്ചയായും വാസ്തവ വിരുദ്ധമാണ് എന്ന് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ നടപടി ഉണ്ടാകുമ്പോൾ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. മറ്റൊരു പ്രധാന വിഷയം, ഗ്രീൻലൻഡിനെ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് സെനറ്റിൽ പോലും എതിരായ അഭിപ്രായങ്ങൾ ഈ ആഴ്ച, അതായത് വരുന്ന തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെയായി സെനറ്റിൽ പോലും ഗ്രീൻലൻഡ് വിഷയത്തിൽ എതിരായ ഒരു വോട്ടെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ട്രംപ് ഇത്തരം ഒരു ഭീഷണിയിലേക്ക് നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഗ്രീൻലൻഡിനെ ഏറ്റെടുക്കാനുള്ള നീക്കത്തെ ഗ്രീൻലൻഡിൻ്റെ നിയന്ത്രിക്കുന്ന ഡെൻമാർക്കും അതുപോലെ തന്നെ ഡെൻമാർക്കിനെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ, നിലപാട് മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യമുള്ളപ്പോൾ ട്രംപിൻ്റെ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഈ നീക്കങ്ങളെ ഒന്നും തന്നെ പൂർണ്ണമായും അംഗീകരിക്കപ്പെടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നറിയിപ്പിൻ്റെ സ്വഭാവത്തോടെ ഗ്രീൻലൻഡ് ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുമെന്ന ഒരു ഭീഷണിയുടെ സ്വഭാവത്തോടെ താരിഫിനെ ഉപയോഗിക്കുക എന്നതാണ് ലക്ഷ്യം. അത് പ്രായോഗികമാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. എന്ന് തന്നെയായാലും പല തരത്തിൽ, അതായത് പണം നൽകി പോലും ഗ്രീൻലൻഡിനെ തങ്ങളോടൊപ്പമാക്കാനുള്ള നീക്കങ്ങൾ ട്രംപ് നടത്തുന്നുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ നിലവിലെ സാഹചര്യത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ അധിക താരിഫ് എന്ന ഭീഷണിയുമായി ട്രംപ് മുന്നോട്ട് വരുന്നത്.